എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീനയും ശരണ്യയും തൊഴുത് അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നല്ല തണലാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് കേട്ടോ. അങ്ങനെ അവർ അവിടെ ഒരു വലിയൊരു മരത്തിൻ്റെ ചോട്ടിലിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ആണുങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കാറുള്ളൂ അല്ലേ, നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ അത് ശരിയാണെന്ന് പറയും കേട്ടോ. നിന്നോട് സംസാരിക്കും പെണ്ണുങ്ങളെന്നിങ്ങനെ അലീനയോട് ശരണ്യം പറയുന്നുണ്ടായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ചില്ലേ, എല്ലാം ഭഗവാൻ അർപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന ശരണ്യനോട്. അപ്പോൾ എല്ലാം ഞാൻ ഭഗവാനോട് പറഞ്ഞു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിൻ്റെ പേടിയൊക്കെ ഇപ്പം മാറിയില്ലേന്ന് ചോദിക്കുമ്പോൾ അലീനയോട് ശരണ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല ചേച്ചി, അതൊക്കെ ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഏൽപ്പിച്ചു എന്ന് പറയൂ കേട്ടോ. പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എന്തിനെന്ന് അറിയുമോന്നിങ്ങനെ അലീന ഇങ്ങനെ ശരണ്യനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരണ്യ പറയുന്നത് പാമ്പ്, വെള്ളപ്പൊക്കം, തീ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അതൊന്നുമല്ല, മനുഷ്യനെ തന്നെയാണ് ഒരുപാട് പേടിക്കുന്നത്. മനുഷ്യൻ്റെ അത്രയും ഇങ്ങനെ മറ്റ് ജീവികൾ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ പിന്നീന്ന് കുത്തി അതുപോലെ തന്നെ ചതിക്കുകയൊന്നും ചെയ്യാറില്ല. മനുഷ്യനെ പിന്നീന്ന് കുത്തിയും ചതിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കത്തി പിന്നിൽ പിടിച്ചിട്ടായിരിക്കും നമ്മളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, അങ്ങനെ ചതിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ലീനയോട് ശരണ്യം പറയുന്നുണ്ടായിരുന്നു, ശരിയാണ്, ഞാൻ എത്രമാത്രം വിശ്വസിക്കുകയും അതുപോലെ തന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരാളാണല്ലോ എന്നെ ചതിച്ചതെന്ന് പറയുമ്പോൾ മോളിനി അതൊന്നും ഓർക്കേണ്ട, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്, മോളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അലീന ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ശരണ്യ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ചേച്ചീനോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ചേച്ചീനോടൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയേ. അപ്പോൾ അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കും അലീന. അതിപ്പോൾ പറഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിലെ ആ രോഹിത് ഉണ്ടല്ലോ, ആ രോഹിത് എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല എന്ന് പറയേ. ശരണ്യ ഇത് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ നടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയോട് ശരണ്യാണെങ്കിലും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിയാണെങ്കിൽ രോഹിതിനെ അതുപോലെ തന്നെ ബാക്കി 3 പേരും ഹരിയുടെ കൂടെ വേറെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ 3 പേരും കൂടെ രോഹിതിനെ പിടിച്ച് വലിച്ചിട്ടാണ് കേട്ടോ ശരണ്യ കിടക്കുന്ന ആ കട്ടിലിന് അരികിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴും രോഹിത് പറയുന്നുണ്ടായിരുന്നു, വേണ്ടടാ, എനിക്ക് വേണ്ടടാ, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരണ്യാണെങ്കിലും ആകെ തളർന്ന് ബെഡിൽ കിടക്കുകയാണ്. ശരണ്യ പറയുന്നുണ്ടായിരുന്നു, എന്നെ ഇനി ഉപദ്രവിക്കരുത്, എനിക്കിനി ഒന്നിനും വയ്യ, ഞാൻ ചത്തു പോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രോഹിതിനെ പിടിച്ച് വലിച്ചാണ് ശരണ്യയുടെ ബെഡിലേക്ക് അങ്ങ് തള്ളുന്നത്. അപ്പോഴും പറയുന്നുണ്ട് ശരണ്യ രോഹിതിനോട്, ചേട്ടാ എന്നെ ഉപദ്രവിക്കല്ലേ, എനിക്ക് വയ്യ, ചത്തു പോകും എന്നൊക്കെ പറയുമ്പോഴും ശരണ്യനെ ഇങ്ങനെ സങ്കടത്തോടു കൂടി ശരണ്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ രോഹിത് പറയുന്നുണ്ട് ഹരിനോട്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വേണ്ടടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരിയാണെങ്കിലും രോഹിതിനെ പിടിച്ചടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീ മാത്രം അങ്ങ് പുണ്യാളനാവണ്ട, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ കൊണ്ടുവന്ന്, എന്നിട്ട് ഇപ്പോൾ നീ കാല് മാറുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കുകയാണ്. അപ്പോൾ രോഹിത് ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു, അല്ല കേട്ടോ, ഇവൻ നുണ പറയുന്നതാന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഹരിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇവളെ ചതിച്ചു കൊണ്ടുവന്നതല്ലേടാന്ന് ഇങ്ങനെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഹരിക്കാണെങ്കിലും അത് ദേഷ്യമാവുന്നുണ്ട്. ഹരിയാണെങ്കിലും രോഹിതിനെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നിനക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഇവളെ കൊണ്ടുവന്നത്, എന്നിട്ടിപ്പോൾ നീ കാല് മാറുന്നോ, നീ അങ്ങനെ ഇവിടുന്ന് പോകണ്ട, ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ മാത്രം നീയും പോയാൽ മതി, ബന്ധമൊക്കെ അങ്ങ് വീട്ടിലേ ഉള്ളൂ, ഇവിടെ ഞാൻ പറഞ്ഞത് നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിതിനെ പിടിച്ച് വലിച്ച് അങ്ങ് ബാത്റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ രോഹിതിനെ ശരണ്യയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴും ശരണ്യ പറയുന്നുണ്ടായിരുന്നു, എന്നെ ഇനി ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹരി പറയുകയാണ്, നിനക്കറിയില്ലേ രോഹിതിനെ, അവനൊരു പാവാണ്, നിന്നെ കടിച്ചു കീറുമൊന്നുമില്ല എന്നൊക്കെയാണ് കേട്ടോ ശരണ്യനോട് പറയുന്നത്. രോഹിതിനെ ബാത്റൂമിൽ പൂട്ടിയിട്ട ശേഷം വീണ്ടും ഹരി ശരണ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴും ശരണ്യ പറയുന്നുണ്ട്, എന്നെ ഇനി ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹരിയാണെങ്കിലും അവൻ്റെ ഒരു വഷളം ചിരിയും ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ശരണ്യയുടെ അടുത്ത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ശരണ്യനോട്, എന്താ മോളെ നീ ഇതാരോടും തുറന്നു പറയാതിരുന്നത്, ഇതെല്ലാം തുറന്നു പറയേണ്ട കാര്യമായിരുന്നില്ലേ, പോലീസിനോടും വീട്ടുകാരോടും എല്ലാവരോടും തുറന്നു പറയേണ്ട കാര്യമായിരുന്നില്ലേ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ശരണ്യ പറയുകയാണ്, ഇത് ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, പോലീസിനോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞതാണ്, പക്ഷേ അവരൊക്കെ പറഞ്ഞു 4 പേര് ഇരുന്നോട്ടെ, അത് കേസിന് ബലം കൂട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കതിന് വഴങ്ങേണ്ടി വന്നു, ഞാൻ ചെയ്തത് തെറ്റായി പോയി അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പം എന്നോട് ഇങ്ങനെ ദേഷ്യമുണ്ടോ വിഷമമുണ്ടോ എന്നൊക്കെ ശരണ്യ ചോദിക്കുമ്പോൾ ഇല്ല, അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ അലീന സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയാണെങ്കിലും രോഹിത് അന്നിങ്ങനെ അവിടെ ഇങ്ങനെ ലോക്കപ്പിലിട്ട സമയത്ത് ഇങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് അലീനനെ നോക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ അന്ന്. അലീനയും ഇങ്ങനെ അവിടെ സ്റ്റേഷനിലേക്ക് പോയ സമയത്ത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനി ഞാനിത് മാറ്റി പറയണമെങ്കിൽ മാറ്റി പറയാമെന്നൊക്കെ ശരണ്യ പറയുമ്പോൾ നിനക്ക് ഇങ്ങനെ നിൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ നിന്നെ സ്വാധീനിക്കാൻ വന്നതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഒരു പാവാണെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ചേച്ചിക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ അലീന പറയുന്നത്, നീ ഒരു പാവാണ്,
ആഗ്രഹമാണ്. നിനക്ക് എല്ലാവരും നിർബന്ധിക്കുമ്പോൾ വേറെ വഴിയില്ലല്ലോ. ഇനിയിപ്പോൾ നിനക്ക് നിൻ്റെ മനസാക്ഷിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനിങ്ങനെ നിന്നെ സ്വാധീനിക്കാൻ വന്നതൊന്നല്ല. എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു അതുപോലെ തന്നെ താങ്ങും തണലൊക്കെ ആവശ്യമാണ്, അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം, നടത്തിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഓമനക്കുട്ടൻ നമുക്ക് വീട്ടിലേക്ക് പോവാം, അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ പോവാന്ന് അലീനയും പറയുന്നുണ്ടായിരുന്നേ, ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിൽ മുറി അടച്ചിരിക്കരുത്, ഇനി ഇടയ്ക്കൊക്കെ എന്നോ അമ്പലത്തിൽ വരണം, നിനക്ക് കൂട്ടിന് ഓമനക്കുട്ടൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമ്മേനെയും കൂട്ടി വരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ പിന്നീട് അലീന അവിടെ നിന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് അലീന വീട്ടിലെത്തുകയാണ്. ഓട്ടോയിലാണ് കേട്ടോ അലീന വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോക്കാരനോട് എത്രയായിന്ന് ചോദിക്കുമ്പോൾ 150 രൂപയായി എന്ന് പറയട്ടോ. അപ്പോൾ 150 രൂപയോ വെറുതെ അങ്ങ് പറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എന്നാൽ പിന്നെ 200 താന്ന് പറയും. അപ്പോൾ എന്തായാലും അലീന 150 തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കോളിംഗ് ബെല്ലടിക്കും. അപ്പോൾ ബബിതയാണ് കേട്ടോ വന്ന്. ബബിത ഏത് സമയം ഫോണിലാണല്ലോ, ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്ന സമയത്ത് ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കൂട്ടോ ആദ്യം തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ആ ജനലിലൂടെ കർട്ടനൊക്കെ മാറ്റിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അലീനയാണെന്ന് കാണുമ്പോൾ ബബിതയ്ക്ക് ദേഷ്യമാണ് കേട്ടോ. അവളെവിടേക്കോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുകയാണ് ജന്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാതിൽ തുറക്കാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന വീണ്ടും ഒന്നുകൂടെ കോളിംഗ് ബെല്ല് അടിക്കും. അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ബബിത ഡോറ് തുറക്കുന്നത്. അപ്പോൾ ഒരു തവണ കോളിംഗ് ബെല്ല് അടിച്ചില്ലേ പിന്നെ വീണ്ടും എന്തിനാണ് അടിക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീനയോട് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു കേട്ടില്ല, അതാണ് വീണ്ടും അടിച്ചത് എന്ന് പറയും കേട്ടോ. ഇവിടെ ആരും ഇങ്ങനെ ഏത് സമയവും ഇങ്ങനെ ഡോർ കീപ്പറായിട്ട് നിൽക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ എവിടെയെന്ന് ചോദിക്കും കേട്ടോ. അവൾ കിടന്ന് ഉറങ്ങുകയാണ് എന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെയാണ്, രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലോ പോയത്, അപ്പോൾ കാർ പോർച്ചിൽ കാറ് കിടക്കുന്നുണ്ടോ ഇല്ലല്ലോ, എന്നാൽ പിന്നെ എന്തിനാ വെറുതെ ചോദിക്കാൻ നിൽക്കുന്നത് എന്നിങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടാട്ടോ ബബിത പറയുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന്. പിന്നെ 2 ഉണ്ടക്കണ്ണ എന്തിനാന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അലീനയോട്. ബബിത അങ്ങനെയൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, അച്ഛൻ ഇവിടെ ഇല്ലയെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ പോരെയെന്ന് പറയും. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ചാടിത്തുള്ളി പോവേ. പിന്നീട് അലീന ഡോറൊക്കെ അടച്ച് ബാഗെല്ലാം റൂമിൽ കൊണ്ടുവച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രനെ വിളിച്ചിട്ട് ചോദിക്കും അച്ഛൻ ഇങ്ങോട്ട് വരികയാണോ അതോ വേറെ എവിടെയെങ്കിലും പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഭരണങ്ങാനം വരെ ഒന്ന് പോകണം, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ ഒരു അത്യാവശ്യമില്ല, അവിടെ പോയിട്ട് വന്നാൽ മതി എന്ന് അലീന പറയേ. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഇന്ന് അവിടെ പോയിട്ട് എന്തായി, ആരെങ്കിലും തീപ്പെട്ടി മണ്ണെണ്ണയ്ക്ക് ആയിട്ട് വന്നോ എന്ന് ചോദിക്കേ. അപ്പോൾ അതൊന്നും ഉണ്ടായില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല, ഞാൻ ശരണ്യനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി, ഞങ്ങൾ അമ്പലത്തിലേക്കും പോയി എന്നൊക്കെ പറയുമ്പോൾ ആഹാ അത്രയൊക്കെ നടന്നോ, എന്തായാലും അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അലീന റൂമിലേക്ക് ബാഗ് കൊണ്ടുവയ്ക്കാൻ പോകുന്നത്. അപ്പോഴേക്കും എന്തായാലും ബാലേന്ദ്രനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അലീനയാണെങ്കിലും ബാലേന്ദ്രനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെന്ന് ഡോറ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനും ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്നെ കാത്തിരിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേന്ന് പറയും. അപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വാന്ന് പറയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയുടെ കയ്യിലേക്ക് ഫ്രൂട്ട്സിൻ്റെ കവർ കൊടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് കുറച്ച് ഫ്രൂട്ട്സാണ്, അത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയെന്ന് പറയേ. അങ്ങനെ അലീന അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് പിന്നീട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അച്ഛന് കുടിക്കാൻ ചായ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ വേണ്ട, നിനക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പറയാൻ പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അച്ഛനിങ്ങനെ ദേഷ്യപ്പെടുക അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇതാവുമൊന്നും ചെയ്യരുത്, ശാന്തതയോടെ കാര്യങ്ങൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നീ പറയെന്ന് പറയും അലീനയോട് ബാലേന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്ന് ശരണ്യുമായിട്ട് പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു, അവളെ രോഹിത് ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറയൂ കേട്ടോ. അവളെ ഒന്ന് തൊട്ടിട്ട് പോലും ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നേ. അലീന അത് പറയുന്ന സമയത്ത് ബാലേന്ദ്രനാണെങ്കിലും ആകെ ഒരു ഞെട്ടലോടുകൂടിയാണ് കേട്ടോ ഇതെല്ലാം കേൾക്കുന്നത്. ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബാലചന്ദ്രനാണെങ്കിലും അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകാൻ നിൽക്കുമ്പോൾ അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു ശരണ്യ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു നിലപാട് അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് പോകാൻ നിൽക്കുമ്പോൾ പിന്നീട് മനു അങ്ങോട്ടേക്ക് വരുമ്പോൾ അലീനയും മനുവും കൂടെ ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. മനുവും ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനയോട് രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ രക്ഷിക്കുക ല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് മനുവും അതുപോലെ തന്നെ ബാലേന്ദ്രനും കൂടെ സംസാരിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്